ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൺമണി വഴിയരികിൽ തളർന്നു വീണ് ബോധം ഇല്ലാതെ കിടന്ന ആ സ്ത്രീയുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി ഡോക്ടറെ കാണിക്കുകയാണ്. തുറന്ന് ഡോക്ടർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുകയാണ്. തുറന്ന് ആ സ്ത്രീയോട് ഡോക്ടർ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഡോക്ടറെ എന്നൊക്കെ പറയുകയാണ്. തുറന്ന് കൺമണി ഞാനും കൂടെ വരാം, ഞാൻ അമ്മയെ ആ വീട്ടിൽ കൊടുത്താക്കി കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയും കൂട്ടി കൺമണി അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കൺമണി തന്നെയാണ് ആ സ്ത്രീക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. തുറന്ന് കൺമണി ആ സ്ത്രീയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. അമ്മ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്ത്രീ അതെ, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. തുടർന്ന് കൺമണി പിന്നെ ആ സ്ത്രീയോട് എന്തുകൊണ്ട് അമ്മ കല്യാണം കഴിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ എനിക്ക് വലിയൊരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്, ഞാൻ ഇപ്പോൾ ക്യാൻസറിന്റെ അവസാന സ്റ്റേജിലാണ്. അങ്ങനെ കുറെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് കൺമണിയെയും നമ്മളെയും എല്ലാം വിഷമിപ്പിക്കുകയാണ്. തുറന്നു കാണിക്കുന്നത് സാഗറും കൃപയും സുജാതയും കല്യാണമെല്ലാം കഴിഞ്ഞ് കൊട്ടേക്കാട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്തും സാഗറിന്റെ വീട്ടിൽ പതുങ്ങി ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് കയറിയ ആ ഗുണ്ട ഏതോ ഒരു ഷെൽഫിന്റെ അടിയിൽ പതുങ്ങി ഒളിച്ചിരിക്കുകയാണ്. മിക്കവാറും ആ ഗുണ്ട പട്ടിണി കിടന്ന് ചാവുമെന്ന് തോന്നുന്നു. തുറന്ന് ആന്റിയമ്മ വന്ന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അവരോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. സുജാത നല്ല ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോയ പോലെയല്ല സുജാത തിരിച്ചു വന്നിരിക്കുന്നത്. തുറന്ന് ആന്റിയമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കുറച്ചു മുമ്പ് ആരോ വന്ന് കോളിംഗ് ബെൽ അടിച്ചു, ഞാൻ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ഞാൻ ആദ്യം കരുതി ഇത് കൃപയുടെ കളിപ്പിക്കലായിരിക്കുമെന്നാണ്, പക്ഷെ നിങ്ങളല്ല, വേറെ ആരോ വന്ന് കോളിംഗ് ബെൽ അടിച്ച് കടന്നു കളഞ്ഞു എന്ന് പറയുകയാണ്. തുറന്ന് സുജാത ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ ഗുണ്ട ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് കൃപയുടെ മുറിയിലെ കബോർഡിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയാണ്. തുടർന്ന് സുജാത അവിടുന്ന് പോയ ശേഷം ആന്റിയമ്മ പിന്നെ സാഗറിനോട് കൃപയോട് സുജാതയെ കുറിച്ച് ചോദിക്കുകയാണ്. സുജാത എങ്ങനെയോ ഉണ്ടായിരുന്നു, നല്ല ഗൗരവത്തിൽ തന്നെയായിരുന്നോ, നിങ്ങളോട് വല്ലാതൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. തുറന്ന സാഗർ ഇവിടുന്ന് പോകുമ്പോൾ സുജാത നല്ല ഗൗരവത്തിൽ എയർ പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ സുജാത ആളാകെ മാറി. എല്ലാവരും അവിടെ സുജാതയെ കുറിച്ച് പൊക്കി പറഞ്ഞപ്പോൾ സുജാത നല്ല അടിപൊളിയായിട്ട് പിന്നെ എല്ലാവരോടും സംസാരിച്ചു. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ സുജാത അടിപൊളിയായിരുന്നു എന്ന് പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട ആന്റിയമ്മ അത് പിന്നെ ഇല്ലാതിരിക്കുക. തുറന്ന് കൃപ പിന്നെ അമ്മയെ കളിയാക്കുകയാണ്. എന്നോട് പലരും ചോദിച്ചത് സുജാത എന്റെ ചേച്ചിയാണോ എന്നാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ പിന്നെ കൃപയെ കളിയാക്കുകയാണ്. അത് പിന്നെ ചോദിക്കാതിരിക്കുക, സുജാത കാണാൻ നല്ല സൗന്ദര്യമുള്ളതല്ലേ. എന്നാൽ അത് കേട്ട് കൃപ പിന്നെ ആന്റിയമ്മയോട് എന്തായാലും ആന്റിയമ്മ എനിക്കൊപ്പം വരാനും നന്നായി, ആന്റിയമ്മ എനിക്കൊപ്പം വന്നിരുന്നെങ്കിൽ ആന്റിയമ്മ എന്റെ അനീതിയാണോ എന്ന് ചോദിച്ചാണ്. ഇതും പറഞ്ഞുകൊണ്ട് ആന്റിയമ്മയെ കളിയാക്കുകയാണ്. തുറന്ന കൃപ എനിക്ക് വിശക്കുന്നു ആന്റിയമ്മേ. എന്നാൽ അത് കേട്ട് സാഗർ എടി ഭയങ്കരി, നീ അവിടെ വയറുമുട്ട സദ്യ കഴിച്ചു വന്നിട്ട് ഇപ്പോൾ വിശക്കുന്നു എന്ന് പറയുകയാണോ. എന്നാൽ അത് കേട്ട് കൃപ ഉവ്വ, അവിടെ സദ്യ വയറുമുട്ട കഴിച്ചത് ഞാനല്ല, അച്ഛനാണ്, എനിക്ക് കുറച്ചേ കഴിക്കാൻ പറ്റിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് വിശക്കുന്നു, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം, അപ്പോഴേക്കും എനിക്കുള്ള ഭക്ഷണം ഒരുക്കി വെക്കാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ എങ്കിൽ പിന്നെ ഞാനുമുണ്ട്, ഞാനും ഫ്രഷ് ആയിട്ട് വരാം, എനിക്കും ചോറ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാഗറും മുകളിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൃപ നേരെ തന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ കബോർഡിന്റെ മുകളിൽ ഒളിച്ചു കിടന്നിരുന്ന ആ ഗുണ്ട കൃപയെ കണ്ട് നല്ല സന്തോഷത്തോടു കൂടി തന്റെ മൊബൈൽ എടുക്കുകയാണ്. തുറന്ന് കൃപ വാതിൽ കുറ്റിയിട്ട് ഡ്രസ്സ് മാറാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ ഗുണ്ട മൊബൈലിൽ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വീഡിയോ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കി ആവേശം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. കരിച്ചു തുള്ളിക്കൊണ്ട് ധനലക്ഷ്മി എല്ലാവരും വിളിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നിന്ന് നല്ല ദേഷ്യത്തിലാണ് പറയുന്നത്. തുറന്ന് ശ്രീനിയും 3 അമ്മായിമാരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. തുറന്ന് ധനലക്ഷ്മി പിന്നെ എല്ലാവരോടും കൂടി എന്റെ സ്വർണം എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ലക്ഷങ്ങൾ വിലയുള്ള എന്റെ സ്വർണമാണ്, നിങ്ങളിൽ ആരാണ് എന്റെ സ്വർണം അടിച്ചു മാറ്റിയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുലോചനയും ശാരദയെ ചെറുതായി ഒന്ന് പരിങ്ങിക്കൊണ്ട് എന്ത് സ്വർണമോ, നിനക്കതിന് എവിടെയാണ് സ്വർണം എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ആരും നിന്റെ സ്വർണം എടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. പക്ഷെ ധനലക്ഷ്മി കട്ടക്കലിപ്പിലാണ്. ധനലക്ഷ്മി എല്ലാവരോടും പൊട്ടിത്തെറിക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ ഗോകുല അയ്യോ അമ്മയെ പോലീസിനെ ഒന്നും വിളിക്കണ്ട എന്ന് പറയുക. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. എന്താണ് ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചുകൊണ്ടാണ് കൺമണി വരുന്നത്. ആ ടൗണിൽ നിന്ന് നിങ്ങളുടെ ബഹളം കേൾക്കാം, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീനി കൺമണിയോട് ഇതേ ധനലക്ഷ്മിയാണ് ദേഷ്യപ്പെടുന്നത്, ധനലക്ഷ്മിയുടെ സ്വർണവും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. തുടർന്ന് കൺമണി പിന്നെ അമ്മായിമാരോട് സത്യം പറ അമ്മായിമാരെ, ചേച്ചിയുടെ ഏട്ടത്തിയുടെ സ്വർണ്ണം നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുലോചന അതിന് എന്റെ കൺമണി ഈ ധനലക്ഷ്മിക്ക് എവിടെയാണ് സ്വർണം എന്ന് ചോദിക്കുകയാണ്. ധനലക്ഷ്മിയുടെ കയ്യിലുള്ളതെല്ലാം മുക്കുപണ്ടങ്ങളല്ലേ, സ്വർണത്തിന് പകരം മുക്കുപണ്ടം വെച്ചിട്ടല്ലേ ധനലക്ഷ്മി നടക്കുന്നത്. എന്റെ കയ്യിൽ ഒരു തരി സ്വർണ്ണമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ധനലക്ഷ്മിയുടെ കയ്യിൽ ഇപ്പോൾ എവിടെ നിന്നാണ് സ്വർണം എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി അത് ശരിയാണല്ലോ ധനലക്ഷ്മി, നീ ഞങ്ങളറിയാതെ ശരിക്കുള്ള സ്വർണം വാങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ കയ്യിൽ എവിടെ നിന്നാണ് സ്വർണം എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ്. അത് ശരി, ഇപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ കളിയാക്കാൻ ശ്രമിക്കുകയാണോ.
തുടർന്ന് കൺമണി പിന്നെ ധനലക്ഷ്മിയോട് എങ്കിൽ ചേട്ടത്തി തന്നെ പറ, ആ സ്വർണം എവിടെ നിന്നാണ് ചേട്ടത്തിക്ക് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിന് മറുപടി പറയാൻ ധനലക്ഷ്മിക്ക് സാധിക്കുന്നില്ല. തുടർന്ന് ധനലക്ഷ്മി പല്ലെല്ലാം കടിച്ച് പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കൺമണി കുളിച്ച് ഫ്രഷ് ആയിട്ട് വീടിന്റെ പുറത്തിറങ്ങി കൃഷ്ണനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ നല്ല ഗൗരവത്തിലാണ്. കൺമണിയുടെ കോളും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കൃഷ്. തുടർന്ന് ഫോൺ എടുത്ത ശേഷം കൃഷ് പിന്നെ കൺമണിയോട് താൻ ഇത് എന്ത് പണിയാണ് കാണിച്ചത്, അലിയിൽ നിന്ന് താൻ എന്നെ കാണാൻ നേരിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാറേ, ഞാൻ സാറിനെ കാണാൻ തന്നെയാണ് അലിയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്, പക്ഷേ എനിക്ക് മറ്റൊരു പണി കിട്ടി എന്ന് പറയുകയാണ്. തുടർന്ന് കൃഷ്ണ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി വഴിയരികിൽ കണ്ട ആ സ്ത്രീയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃഷ്ണനോട് പറയുകയാണ്. അവരെ വീട്ടിലാക്കിയ ശേഷം വീട്ടിലെത്തിയപ്പോൾ അതിനും വലിയ ഭൂകമ്പമാണ് എന്റെ വീട്ടിലുണ്ടായത്. എന്റെ ചേട്ടത്തി അമ്മയുടെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊരിഞ്ഞ വഴക്കാണ്. എന്നാൽ അത് കേട്ട് കൃഷ് എന്നിട്ട് സ്വർണം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി ഒന്ന് ചിരിച്ചുകൊണ്ട് കൃഷ്ണനോട് അതിന് എന്റെ ഏട്ടത്തിക്ക് എവിടെയാണ് സ്വർണ്ണമുള്ളത്, ചേട്ടത്തിയുടെ മാനവും പോയി സ്വർണവും പോയി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്. തുറന്ന് കൺമണി എന്റെ ഏട്ടത്തി അമ്മയുടെ കയ്യിൽ ഒരു തരി സ്വർണ്ണമില്ലല്ലോ, സ്വർണം എന്നും പറഞ്ഞ് എല്ലാം മുക്ക് പണ്ടമല്ലേ, ഈ വഴക്കിനിടയിൽ അമ്മായിമാരെ ആ മുക്ക് പണ്ടത്തിന്റെ കാര്യം എടുത്തിട്ടോ, അതോടുകൂടി ഏട്ടത്തിയമ്മയുടെ മാനവും പോയി. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്ന് ചിരിക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ ധനലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. തുറന്ന് ധനലക്ഷ്മി കാട്ടകരിപ്പിൽ കൺമണിയുടെ അടുത്തുനിന്നിട്ട് നല്ല ദേഷ്യപ്പെടുകയാണ്. നീ എന്നെ മോശക്കാരനാക്കി സംസാരിക്കുകയാണോ? എന്നാൽ അത് കേട്ട് കൺമണി വേഗം ഫോൺ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഏട്ടത്തിയമ്മേ കൃഷ് സാറ് കേൾക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി കൃഷി കേട്ടോട്ടെ, അല്ലെങ്കിൽ തന്നെ കൃഷി കേട്ടാൽ എനിക്കിപ്പോ ഒന്നുമില്ല എന്ന് പറയുകയാണ്. കാരണം അതിനും മാത്രം ഒരു യോഗ്യതയും കൃഷ്ണനില്ല, എന്റെ സ്വർണമേ കാണാതായിട്ടുള്ളൂ, അല്ലാതെ കൃഷ്ണനെ പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ കളിയാക്കിക്കൊണ്ട് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിക്ക് വിഷമമാവുകയാണ്. തുടർന്ന് ധനലക്ഷ്മി അവിടെ നിന്ന് പോയ ശേഷം കൺമണി കൃഷ്ണനോട് സോറി പറയുകയാണ്. ധനലക്ഷ്മി പറഞ്ഞെല്ലാം കേട്ടില്ലേ സോറി സാർ എന്നൊക്കെ പറയുമ്പോൾ കൃഷി ഒന്ന് ചിരിക്കുകയാണ്. അയ്യേ കൺമണി, ഇതിനൊക്കെ നീ എന്തിനാണ് സോറി പറയുന്നത്? എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കൺമണി അയ്യോ സാറേ, ഏട്ടത്തെ അമ്മ പറഞ്ഞൊക്കെ സാറും കേട്ടതല്ലേ, സാറിന് വിഷമമായില്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി എവിടുന്ന്, എനിക്കൊരു വിഷമവുമായില്ല, തലയ്ക്ക് വട്ടുമൂത്ത് നിൽക്കുന്നവർ അങ്ങനെ പലതും പറയും, അത് കേട്ട് വിഷമിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുകയാണ് കൃഷി. എന്നാൽ കൃഷ്ണ മറുപടി കേട്ട് കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് എനിക്ക് നിന്നെ നേരിട്ട് കണ്ടെന്ന് സംസാരിക്കണം, എൻ്റെ മനസ്സിൽ പല ഐഡിയാസും ഉദിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് കൺമണി ഒന്ന് കൃഷ്ണ കളിയാക്കിക്കൊണ്ട് ഇത്രയും പെട്ടെന്ന് സാറിന്റെ മനസ്സിൽ ഐഡിയാസ് ഒക്കെ തോന്നിയോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി എനിക്ക് നിന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയാസ് കിട്ടുമെന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് കൺമണി കൃഷ്ണ ഒന്ന് കളിയാക്കിക്കൊണ്ട് ഉവ്വ, നമ്മൾ രണ്ടുപേരും മുഖാമുഖം നോക്കി നിന്നാൽ എന്ത് ഐഡിയാസ് ആണ് സാറിന് ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ എനിക്ക് ഊഹിക്കാം സാറേ, സാറിന്റെ ആ വില കൈ തന്നെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ കളിയാക്കുകയാണ്. എനിക്ക് നിന്നെ നാളെയും കാണാനുള്ളതാണ്, നീ വെറുതെ ധനലക്ഷ്മിയുമായിട്ട് വഴക്കടിക്കാനൊന്നും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ നല്ല ഹാപ്പി ആയിട്ട് ഫോൺ വെക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.